വരുന്ന തോന്നിയത് ഈ പ്രതിയെ പിടിച്ച് വക്കീൽമാർ പോലീസിനെ കൈമാറണമെന്ന് തോന്നിയിരുന്നില്ലേ ആ സമയത്ത്? ഓഫീസിൽ വന്ന് തന്നെ അറസ്റ്റ് ചെയ്ത്, അത് തന്നെയായിരുന്നു എൻ്റെ ആവശ്യം. ഓഫീസിൽ വന്ന് കൊണ്ടുപോട്ടെ, തെറ്റ് ചെയ്യാത്തൊരാളല്ലല്ലോ. എന്നെ കാണുന്നവരെല്ലാം, ഞാനൊന്നും പറയണ്ട, ഇത് കാണിച്ചാൽ മതി. ഈ എന്നെ അറിയുന്നവർക്കറിയാം. വഞ്ചിയൂരിലെ ഏത് അഡ്വക്കേറ്റിനോട് ചോദിച്ചാലും അറിയാം ഞാൻ എങ്ങനെയാണ്, ഞാൻ കോടതിയിൽ എങ്ങനെയാണ്, ഞാൻ ഓഫീസിൽ എങ്ങനെ ആയിരുന്നു. എൻ്റെ ഡെലിവറി ഒക്ടോബർ 10, ഒക്ടോബർ 9 വരെയും ഓഫീസിൽ പാറ്റൂർ പോക്സോ കോടതിയിൽ ഞാൻ പോയി. 1 മണിക്ക് ശേഷമാണ് ഞാൻ അന്ന് ഓഫീസിൽ തന്നെ കോടതിയിൽ നിന്ന് എത്തുന്നത്. തൊട്ടടുത്ത ദിവസം വെളുപ്പിന് എന്നെ ഡെലിവറിക്ക് അഡ്മിറ്റ് ചെയ്യാണ്. അപ്പോൾ അവിടെ ഉള്ള എല്ലാവർക്കും അറിയാം, എല്ലാവരും സാറും സമ്മതിക്കുന്ന കാര്യമാണ്. എല്ലാവരും പറയുന്നത് ഇത്രയും, കാരണം ഞാൻ അത്രയും ഇഷ്ടപ്പെട്ട്, എൻ്റെ പ്രൊഫഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത്രയും ഇഷ്ടപ്പെട്ട് വീട്ടുകാർക്ക് ആർക്കും ഇഷ്ടമല്ല ഞാനൊരു ലോയർ ആവുന്നതിനോട്, ആർക്കും താല്പര്യമില്ല. വീട്ടിൽ നല്ലപോലെ ഫൈറ്റ് ചെയ്തിട്ടാണ് എൻട്രൻസ് പോലും എനിക്ക് എഴുതാൻ പറ്റിയില്ല. മാനേജ്മെൻറ്റ് കോട്ടയിലാണ് ഞാൻ പഠിച്ചത്. ഒരു സെമ്മിൽ പോലും ഫസ്റ്റ് ക്ലാസ്സിൽ കുറഞ്ഞ മാർക്ക് വാങ്ങിയിട്ടില്ല. അത്രയും സ്ട്രഗിൾ ചെയ്ത് അത്ര ഇഷ്ടത്തോടെയാണ് ഞാൻ പഠിച്ചത്. എൻ്റെ ആകെയുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യവും വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. വർക്കിലൊന്നും ഞാൻ അതിപ്പോൾ സാറായാലും എൻ്റെ ഓഫീസിലുള്ളവരായാലും ഈവൻ ജഡ്ജസിന് പോലും, ഞാൻ സ്ഥിരം പോകുന്ന മജിസ്ട്രേറ്റ് കോടതിയിലായാലും പോക്സോ കോടതിയിലെ ജഡ്ജസിന് പോലും എന്നെ അറിയാം. ഞാൻ അവിടെ കേസ് പ്രസൻറ്റ് ചെയ്യുന്നതായാലും എല്ലാവർക്കും, അത് ക്ലർക്ക് ആയിക്കോട്ടെ, അഡ്വക്കേറ്റ്സ് ആയിട്ടോ, അതുകൊണ്ട് അവർക്കാർക്കും ആരോട് വേണോ ചോദിക്കാം. ഒരു മോശം അഭിപ്രായം അല്ലെങ്കിൽ ഒന്നുകിൽ കേസ് ഇപ്പോൾ ഇത്രയും ഇങ്ങനൊരു പ്രതികരണം, ഒന്നുകിൽ കേസ് ഞാൻ എന്തെങ്കിലും സാറിന് പ്രശ്നം ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്യണം, അതല്ലെങ്കിൽ സാറിൻ്റെ ക്ലയൻസിനെ ഞാൻ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ ക്ലയൻസിനെ മാറ്റി അങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല. ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. സാറിൻ്റെ പഴയ ഒരു ജൂനിയർ വീണ്ടും തിരിച്ചു വന്നു. 3 വർഷം ഞാനാ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഇല്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു വന്നിട്ട് ഒരു 3 വീക്സ് ആയിട്ടേ ഉള്ളൂ. അവർ വന്നിട്ട് അവർക്ക് എന്നോട് ഇതുവരെ ഞങ്ങൾ തമ്മിൽ പേഴ്സണലി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒന്നും സംസാരിച്ചിട്ട് അങ്ങനെ ഒന്നുമില്ല. സാറ് സ്ഥലത്തില്ലാതിരുന്നപ്പോൾ വിളിച്ചിട്ട് ഞാൻ ഫയൽ മുഖത്തൂടെ വലിച്ചെറിഞ്ഞു എന്നിങ്ങനൊരു കള്ളം പറയേണ്ട കാര്യം എന്താണ്? അല്ലെങ്കിൽ സാറ് അത് കേൾക്കാത്ത പാതി എന്നെ ഉടനെ ഓഫീസിൽ വരണ്ടെന്ന് പറയാം. അതിനെ ഞാൻ എന്തുകൊണ്ട് 3 വർഷം ഉണ്ടായിരുന്നതാണ് സാറ്. അവിടെ ഉണ്ടായിരുന്ന മിക്ക ജൂനിയറിനോടും ഇതാണ്, മിക്കല്ല അവിടെ നിന്ന് പറഞ്ഞു വിട്ടിട്ടുള്ള എല്ലാവരോടും അതാ. പെട്ടെന്ന് വിളിച്ചിട്ട് പറയും നാളെ മുതൽ ഓഫീസിൽ വരണ്ട. അവരൊക്കെ പേടിച്ചിട്ട് ഓക്കെ നിർത്തും. ഇപ്പം ഞാൻ 3 വർഷം ഉണ്ടായി, എനിക്കറിയണം എന്ത് കാരണത്താലാണ് എന്നെ പിരിച്ചു വിട്ടതെന്നുള്ളത്. അത് ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഓക്കെ, അത് സാറ് ഒത്തിരി സോറി പറഞ്ഞു, അമ്മയെ വിളിക്കാം, ഹസ്ബൻഡിനെ വിളിക്കാം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ബേസിസിലാണ് ഞാൻ തിരിച്ച് ഓഫീസിൽ പോയത്. എൻ്റെ അമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പറയുക, ഞാൻ പോകുന്നില്ല, ഞാനിനി CA പഠിക്കാൻ പോവാം, എനിക്കിനി അത്ര ഇഷ്ടപ്പെട്ട് വന്ന പ്രൊഫഷനാണ്. എന്നിട്ട് പോലും എനിക്ക് വേണ്ട, ഞാൻ CA പഠിച്ചോളാം, എനിക്കിനി പ്രാക്ടീസ് ചെയ്യേണ്ടെന്ന് പറഞ്ഞിരുന്നിട്ടും അമ്മയുടെ നിർബന്ധത്തിന് ഞാൻ തിരിച്ച് ഓഫീസിൽ വന്നപ്പോഴാണ് ഈ അഡ്വക്കേറ്റ് മിഥുനെയാണ് ഓക്കെ സാറിനോട് ഇങ്ങനത്തെ ഒരു നുണ പറഞ്ഞത്. അത് പറഞ്ഞത് ഓക്കെ, അത് അവരുടെ ക്യാരക്ടർ, അവരെനിക്കെതിരെ പറഞ്ഞു. പക്ഷെ അതിലെന്തെങ്കിലും ഒരു സത്യാവസ്ഥ ഉണ്ടോ എന്നുള്ള കാര്യം സാർ അന്വേഷിച്ചില്ല. എന്നോടെന്നല്ല, ഓഫീസിലെ മറ്റൊരു സ്റ്റാഫിനോട് ഇതിനെക്കുറിച്ച് ഒന്നും ചോദിക്കാതെ പെട്ടെന്ന് എന്നോട് നാളെ മുതൽ വരണ്ട. ഞാൻ വന്നില്ല, ഞാൻ 2 ദിവസം വന്നില്ല. അതേ സാറ് തൊട്ട് വെള്ളിയാഴ്ച വിളിച്ചിട്ട് അബദ്ധം പറ്റിയതാണ്, സോറി, എനിക്ക് പെട്ടെന്ന് കേട്ടപ്പോഴുള്ള ദേഷ്യത്ത്, എനിക്കറിയാം ഇതും സാറ് ദേഷ്യത്ത്, ഒന്നും മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടൊന്നുമല്ല. ദേഷ്യത്ത് ഞാൻ പറഞ്ഞു സാറ് വാൺ ചെയ്യുക. അപ്പോൾ സാറിന് പറ്റില്ല എന്ന് പറഞ്ഞു സാർ ഇറങ്ങിപ്പോകാൻ നിന്നു. സാർ എനിക്ക് സംസാരിക്കണം, സാറ് വാൺ ചെയ്യുക, ഇല്ലെങ്കിൽ എനിക്ക് വാൺ ചെയ്യേണ്ടി വരും. ഞാൻ പറഞ്ഞു എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്, വർക്ക് ചെയ്യാനല്ലേ വരുന്നത്, വർക്ക് ചെയ്തിട്ട് പോവാം, എൻ്റെ കാര്യത്തിൽ ഇടപെടരുത്. ഇപ്പോഴാണ് സാറിന് പെട്ടെന്ന് സാറിൻ്റെ മുന്നിൽ നിന്ന് സാറ് പറയില്ല എന്ന് പറഞ്ഞൊരു കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഉണ്ടായ ആ ഒരു ദേഷ്യം, സാറിൻ്റെ ദേഷ്യം ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാം, ആ ഒരു ദേഷ്യത്തിൽ അടിച്ചതാണ്.